അനീതിക്കെതിരെ പടപൊരുതുന്ന നായകൻ. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അയാളതിലെ വിജയം കാണുക തന്നെ ചെയ്യും. തമിഴ് സിനിമകളിലെ വിജിലാൻഡി സിനിമകളുടെ പൊതുസ്വഭാവമാണിത്. ഇന്ത്യൻ ജെന്റിൽമാൻ, മുതൽവൻ പോലുള്ള ചിത്രങ്ങളിലൂടെ ശങ്കർ എന്ന ക്രാഫ്റ്റ്സ്മാൻ പ്രേക്ഷകരിലേക്കിറങ്ങിച്ചെന്ന ചിത്രങ്ങൾ കൂടിയാണിവ. പിന്നീട് അനിയൻ എന്ന ചിത്രത്തിലൂടെ വിജിലാൻഡി പ്ലസ് സൈക്കോ ത്രില്ലർ എന്നൊരു ജോണറും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. ശങ്കറിന്റെ വിജിലാൻഡി യൂണിവേഴ്സിലെ പുതിയ ഏടാണ് ഇന്ത്യൻ 2. INA. ഭടനായിരുന്ന സേനാപതി എന്ന വൃദ്ധൻ സമൂഹത്തില് വ്യാപിച്ച ഉദ്യോഗസ്ഥ അഴിമതിക്കും അന്യായത്തിനുമെതിരെ വാളെടുക്കുന്ന സിനിമയായിരുന്നു 1996 പുറത്തിറങ്ങിയ ഇന്ത്യൻ. ആര് കുറ്റം ചെയ്താലും അത് സ്വന്തം മകനാണെങ്കിൽ പോലും ശിക്ഷിക്കുന്ന ധർമ്മവീരനാണ് സേനാപതി. ഇന്ത്യനിലെ സേനാപതി പറയുന്നുണ്ട്, അനീതി എവിടെ എപ്പോൾ കണ്ടാലും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആദ്യഭാഗത്തില് തുടങ്ങിയ അഴിമതിക്കെതിരായുള്ള പോരാട്ടം വർഷങ്ങൾക്കിപ്പുറവും സേനാപതി തുടരുകയാണ്. പക്ഷേ എതിരാളികൾ ഇത്തവണ കുറച്ചുകൂടിയ ഇനത്തിൽപ്പെട്ടവരാണ്. സമൂഹത്തില് നടക്കുന്ന അനീതികള് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു കാണിക്കുന്ന 4 സുഹൃത്തുക്കള്. ഇവർക്കിടയിലേക്ക് സേനാപതി എന്ന സ്വാതന്ത്ര്യസമര പോരാളി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇന്ത്യൻ 2 അടിത്തറ. ചടുലമായ രീതിയിലാണ് അവതരണം. സേനാപതിക്ക് തിരികെ അവതരിക്കാനുള്ള എല്ലാ വിത്തുകളും തുടക്കം തന്നെ പാകുന്നുണ്ട് ശങ്കർ. വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, കൈക്കൂലി, പരീക്ഷാ തട്ടിപ്പ് തുടങ്ങി ഇന്നത്തെ കാലത്ത് ഏറ്റവും ലൈവായി നിൽക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത്. ജനാധിപത്യത്തിലെയും നമ്മുടെ നിയമ സംവിധാനത്തിലെയും പഴുതുകള് കൃത്യമായി തുറന്നു കാണിക്കുന്നുണ്ട് ശങ്കർ. ഇത്തവണയും പണക്കാർ എന്നും പണക്കാരായും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ തുച്ഛമായ ബാങ്ക് വായ്പയെടുത്തവർ ഭീഷണിക്കും മാനസിക സമ്മർദ്ദത്തിനും വഴങ്ങി ജീവനൊടുക്കേണ്ടി വരുമ്പോൾ ആയിരക്കണക്കിന് കോടികൾ വായ്പയെടുത്തവർ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നു എന്നാണ് ഇന്ത്യൻ 2 പറയുന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണം തിരുത്തലുകൾ തുടങ്ങാനെന്നും സേനാപതിയും കൂട്ടരും ആഹ്വാനം ചെയ്യുന്നു. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള സേനാപതിയായി കമൽഹാസന്റെ നിറഞ്ഞാട്ടമാണ് ചിത്രത്തിലുടനീളം. അനീതി എവിടെ കണ്ടാലും എതിർക്കുന്ന, അതേസമയം സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ദുഃഖം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വയോവൃദ്ധനായ പോരാളിയുടെ വേഷം ഉലകനായകൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. ചിത്ര അരവിന്ദ് എന്ന വ്ളോഗറായി സിദ്ധാർത്ഥവും നായകതുല്യമായ വേഷത്തിലുണ്ട്. സ്വന്തം കുടുംബത്തെ തിരുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചിത്ര അരവിന്ദ് സിദ്ധാർത്ഥിന്റെ കൈകളിലെ ഭദ്രമായിരുന്നു. ആദ്യ ഭാഗത്തില് നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണമൂർത്തി IPSനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് ബോബി സിംഹയുടെ പോലീസ് വേഷം. പ്രിയ ഭവാനി ശങ്കർ, SJ സൂര്യ, ജാവേദ് ജിഫ്രി, സമുദ്രക്കനി, തമ്പി രാമയ്യ തുടങ്ങിയവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. പഴയ കൃഷ്ണമൂർത്തി IPS ആയി നെടുമുടി വേണുവും ചിത്രത്തില് ഉടനീളമുണ്ട്. അദ്ദേഹത്തിനൊപ്പം വിവേക്, മനോബാല എന്നിവരെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വിങ്ങല് പ്രേക്ഷകനുള്ളിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. 3 പേരെയും AI സാങ്കേതിക വിദ്യയുടെ സഹായത്താല് ഇത്ര മികച്ച രീതിയിൽ അവതരിപ്പിച്ചതിന് സംവിധായകൻ ശങ്കറും അണിയയില് പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരും കയ്യടിയർഹിക്കുന്നു. ചിത്രം 3 ഭാഗങ്ങളിലായാണ് വരിക എന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട്. 3ാം ഭാഗത്തിന് അടിത്തറ പാകുക എന്ന ലക്ഷ്യമാണ് 2ാം ഭാഗത്തിനുള്ളത്. സേനാപതിയുടെയും കൂട്ടരുടെയും ആവേശപ്പോരാട്ടം ഇനിയാണ് ആരംഭിക്കുക എന്ന സൂചനയും ചിത്രം നൽകുന്നുണ്ട്. തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണം സേനാപതിയുടെ ഈ 2ാം വരവ്.